ഈഴവ വോട്ട് ബാങ്കിനെ ഇളക്കി സംഘിൻ്റെ പാളയത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞ 10 വർഷമായി 2015 തുടങ്ങിയിട്ടുള്ള പണിയാണ് ആര് വെള്ളാപ്പള്ളി നടേശൻ. നമുക്ക് ഓർമ്മയുണ്ട് നൗഷാദിൻ്റെ പേര് പറഞ്ഞ വർഗീയത, പിന്നെ ഇങ്ങോട്ട് രാജ്യസഭയിൽ മുസ്ലിങ്ങളെ ഉള്ളൂ ഹിന്ദുക്കളില്ല എന്ന് പറഞ്ഞ വർഗീയത, ഇപ്പോൾ പറയുന്ന മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുകയാണ്. പച്ച വർഗീയതയാണ്, പുളിച്ച വർഗീയത പറഞ്ഞ എന്തിനാണ് അപ്പുറത്ത് കൊണ്ടുപോകണം. മുസ്ലിം ലീഗിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ നമ്മളോർക്ക് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ്. മുസ്ലിം ലീഗ് ഒരു മതപ്പാർട്ടിയാണ്. ഒന്ന്, ആ മുസ്ലിം ലീഗ് മതപ്പാർട്ടിയാണ്. ആ മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഈ UDF എന്ന് പറയുന്ന മുന്നണി തന്നെ ഒരു മുസ്ലിം മുന്നണിയാണ്. UDFന് നിങ്ങൾ വോട്ട് ചെയ്യാനേ പാടില്ല. അപ്പോൾ UDFനെ തകർക്കുക, ലീഗിനെ തകർക്കുക, ലീഗിനെ ചാരി മുസ്ലിം ഹേറ്റ് ഈഴവർക്കിടയിൽ ഉണ്ടാക്കുക എന്ന പദ്ധതി വെച്ച് പ്രവർത്തിക്കുന്ന പരിപാടിയാണിത്. ഇതിനെ നേരത്തെ അജിംസുള്ള ചെറുക്കാൻ ആരൊക്കെ ഉണ്ട് ആ ചോദ്യം നമുക്ക് പുതിയ കാര്യമല്ല. വെള്ളാപ്പള്ളി ഇത് പറയുന്നത് 2015 വെള്ളാപ്പള്ളി നടേശൻ ഇത് പറഞ്ഞപ്പോൾ ചെറുക്കാൻ ആദ്യം ഇറങ്ങുന്ന ആളാരെന്ന് അറിയുമോ? VS അച്യുതാനന്ദൻ. ആ പ്രായത്തിൽ അദ്ദേഹം കേരളം മുഴുവൻ നടന്ന് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി ഈ വിഷം തിരിച്ചു കുടിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട്. അന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. നൗഷാദിൻ്റെ പേര് പറഞ്ഞ വർഗീയത കേരളത്തെ പിടിച്ചു കുലുക്കുമെന്ന്. കാരണം വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജാതി സമുദായമാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവാണ്. അദ്ദേഹം പറഞ്ഞാൽ ഈഴവ സമുദായത്തിൻ്റെ ചിന്ത എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അതിനെതിരെ ഇറങ്ങുന്ന ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ ഇറങ്ങി നാട് മുഴുവൻ നടന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വകവയ്ക്കാതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷം അദ്ദേഹത്തിന് തിരിച്ചു കുടിപ്പിച്ചു. പിന്നെ ദീർഘകാലം വെള്ളാപ്പള്ളി നടേശൻ മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും കർശനമായ സമീപനമാണ് വെള്ളാപ്പള്ളിക്കെതിരെ സ്വീകരിച്ചത്. അന്ന് VM സുധീരൻ്റെ പേര് മറന്നു പോകാൻ പാടില്ലാത്തതാണ്. അന്ന് VM സുധീരൻ പറഞ്ഞു, കേരള തൊഗാഡിയാണ് ഈ മനുഷ്യൻ, ഇത് സ്വന്തം സമുദായത്തെ അപ്പുറത്തെ സംഘപരിവാരത്തിൻ്റെ ആലയിൽ കൊണ്ടുപോകാനുള്ള പണിയാണ് എടുക്കുന്നത്. അന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മഹാനായ നേതാവ് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഈ പറയുന്ന RSSന് വേണ്ടി പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് സമ്പൂർണ്ണ അനുഭാവം പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് എന്ന് ഓർക്കണം. അന്ന് അത് എന്തിനു വേണ്ടിയായിരുന്നു? സുധീരനെ അടിക്കാൻ കിട്ടിയ വടി എന്ന നിലയ്ക്ക്. നമ്മൾ വെള്ളാപ്പള്ളിയെ അങ്ങനെ വലിയ കാര്യമായി ഡിസ്റ്റേബ് ചെയ്യുന്നൊരു പ്രതിരോധം എടുക്കേണ്ടതില്ല എന്നായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി CPM തമ്മിലുള്ള വാഗ്വാദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ശബ്ദം ഇന്ന് ഉയർന്നു കേൾക്കേണ്ടതാണ്. ആഞ്ഞെതിർത്താൽ കേരളം. നമ്മൾ ഒറ്റക്കെട്ടായി ഇറങ്ങി നിന്നിട്ട് ഈ പറയുന്ന നുണ ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ മതി. ആരൊക്കെ പറയണം? കോൺഗ്രസ് പറയണം. ആരൊക്കെ പറയണം? CPM പറയണം. പക്ഷേ ഇന്ന് എന്ത് പറയുന്നു? ഒരു മനുഷ്യനത് പറയാൻ ഇറങ്ങിത്തിരിക്കുന്നതിനുള്ള ഭയപ്പാടുണ്ട്.